ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിന്റെ പാദപീഠത്തിൽ ഇങ്ങനെ ഒരിക്കൽ കൂടെ കടന്നു വരുവാൻ ദൈവം നമുക്ക് കൃപ തന്നല്ലോ. കടന്നു വന്ന എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവവചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധയെത്തിരിക്കാം. നമ്മൾ ഇന്നലെ ചിന്തിച്ചുകൊണ്ടിരുന്ന വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. മാത്യു ചാപ്റ്റർ 5 വേഴ്സസ് 21 and 22 ആണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. അതിനകത്ത് ഒരു വാക്ക് മാത്രം ബാക്കി വെച്ചിട്ടാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് ചിന്തിക്കാം. ഞാൻ ഒന്നുകൂടെ വായിക്കാം. മാത്യു ചാപ്റ്റർ 5 വേഴ്സസ് 21 and 22. കൊല ചെയ്യരുതെന്ന് ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവന്മാരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. You have heard that the ancients were told, you shall not commit murder, and whoever commits murder shall be liable to the court. But I say to you that everyone who is angry with his brother shall be guilty before the court. And whoever says to his brother, you good for nothing, shall be guilty before the Supreme Court. Whoever says, you fool, shall be guilty enough to go into the fiery hell. ഇന്ന് രാത്രികാലം നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന അവസാനത്തെ വാക്കാണ് അഗ്നി നരകം. നമ്മൾ പലപ്പോഴും ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത്ര സ്നേഹവാനായ ദൈവം മനുഷ്യനെ അഗ്നി നരകത്തിൽ തള്ളിയിടുമോ? We have heard people saying that, oh, God is a loving God, He is not going to send anyone to hell. And that's all images, അല്ലെങ്കിൽ that's all symbolic. That's not real fire. അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ കർത്താവ് ഈ പറഞ്ഞ കാര്യത്തെ ലഘൂകരിക്കുന്ന പഠിപ്പിക്കലുകൾ ഒത്തിരി നാളായിട്ടുണ്ട്. ഹെല്ലിനെ പറ്റി നമ്മൾ അധികം പ്രസംഗിക്കാറില്ല. അഗ്നി നരകത്തെ പറ്റി അല്ലെങ്കിൽ നരകത്തെ പറ്റി ആരും പ്രസംഗിക്കാറില്ല. ആൾക്കാർ പറയാറുണ്ട്, നിങ്ങൾ ഈ നരകത്തെ പറ്റി പറയുമ്പോൾ യു ആർ പുട്ടിംഗ് ഓഫ് പീപ്പിൾ ഫ്രം കമ്മിങ് ടു ക്രൈസ്റ്റ്. only speak about compassion, only speak about heaven, only speak about God's love, so we will get more people. പക്ഷെ ഒരു കാര്യം ഞാൻ ഈ ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ, ഇന്ന് പകൽക്കാലം ഇരുന്ന് അല്പനേരം ഇതിനെപ്പറ്റി ഇങ്ങനെ നോക്കിയപ്പോൾ, യേശുക്രിസ്തു ആണ് നരകത്തെ പറ്റി ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? സ്വർഗത്തെ പറ്റി കൂടുതൽ പറഞ്ഞിട്ടുള്ളത് യേശുക്രിസ്തു, നരകത്തെ പറ്റി കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചിന്തിക്കുന്നത് നരകം അത്ര ഭീകരമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു അത് പറഞ്ഞത്. അത് ആൾക്കാർ പറയാറുണ്ട്, ഓ എല്ലാവരെയും ദൈവം രക്ഷിക്കും, നരകം എന്നുള്ള പഴയ നിയമത്തിലില്ല, എല്ലാവരും ദൈവം രക്ഷിക്കും, ദൈവ സ്നേഹവാനാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ യേശു അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. യേശു പറഞ്ഞ ഓരോ വാക്കുകളും എടുത്ത് ഓരോ വാക്യങ്ങളും എടുക്കാൻ എനിക്ക് ഇന്ന് സമയമില്ല. എങ്കിലും നിങ്ങൾക്ക് ഒരു എക്സസൈസ്, ഒരു ഹോംവർക്ക് ഞാൻ തരിക. നിങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം, യേശു നരകത്തെ പറ്റി എന്തൊക്കെയാ പറഞ്ഞേക്കുന്നുള്ളത്. നമുക്കൊന്ന് ക്വിക്കായിട്ടൊന്ന് നോക്കാം. ഈ ഹെൽ അല്ലെങ്കിൽ നരകത്തെ പറ്റി ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന 2-3 ഗ്രീക്ക് പദങ്ങളുണ്ട്, ഒരു എബ്രായ പദവുമുണ്ട്. ഷിയോൾ എന്ന് പറഞ്ഞ എബ്രായ പദവും ഹേഡീസ് അല്ലെങ്കിൽ ഗെഹന്ന എന്ന് പറഞ്ഞ ഈ 3 പദങ്ങളിൽ നിന്നുമാണ് നരകം എന്നുള്ള വാക്ക് നമ്മുടെ ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. ഷിയോൾ ആൻഡ് ഹേഡീസ് ഹാവ് സിമിലർ മീനിങ്, അല്ലെങ്കിൽ പാതാളം എന്ന് പറയുന്ന സ്ഥലം, പാതാളം. അപ്പോൾ ഇത് രണ്ടിനും ഒരേ അർത്ഥങ്ങളാണ്. ദ പ്ലേസ് ഓഫ് ഡെഡ്, ദ ഗ്രേവ്. ബോത്ത് വേർഡ്സ് ആർ ട്രാൻസ്ലേറ്റഡ് ആസ് ദ പ്ലേസ് ഓഫ് ഗ്രേവ്. പക്ഷെ അതിന് പാതാളം ഒന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ വാക്കിനെ പറ്റി ഞാൻ റെഫറൻസ് എടുക്കുന്നില്ല. യാക്കോബ് തന്റെ മക്കളോട് പറഞ്ഞു, നിങ്ങൾ എന്റെ നരയെ പാതാളത്തിലേക്ക് ദുഃഖത്തോടുകൂടി അയക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ദാറ്റ്സ് എ പ്ലേസ് ഓഫ് ഡെഡ്. ഈ ഗഹന എന്ന് പറഞ്ഞ് ഇവിടെ ഈ കർത്താവ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഗഹന, അത് യഹൂദന്മാർക്ക് നല്ലവണ്ണം മനസ്സിലാകുന്ന ഒരു പദമാണ്. ദൈവവചനം പഠിക്കുമ്പോൾ പഴയ നിയമത്തിലൊരു രാജാവ് ഉണ്ടായിരുന്നു, ആഹാസ് രാജാവ്. അദ്ദേഹം വളരെ ക്രൂരനായ രാജാവായിരുന്നു. അദ്ദേഹം ഈ യെരുശലേമിനടുത്തൊരു താഴ്വരയാണ് ബെൻഹിന്നോം താഴ്വര. അപ്പോൾ അവിടെ
വളരെ മ്ലേച്ഛമായ കാര്യങ്ങൾ താൻ ചെയ്യുമായിരുന്നു. ഈവൻ കുഞ്ഞുങ്ങളെ പോലും, ബൈബിളിൽ അതിന് വാക്യമുണ്ട്, കുഞ്ഞുങ്ങളെ, തന്റെ മക്കളെ പോലും യാഗമർപ്പിച്ച സ്ഥലങ്ങളായിരുന്നു അത്. എന്നാൽ വീണ്ടും വേറെ രാജാവ്, യോശിയ രാജാവ് വന്ന് അതിനെല്ലാം മാറ്റി അതിനെ ഒരു കുപ്പക്കുന്നാക്കിക്കളു. ആ സ്ഥലം ഒരു കുപ്പക്കുന്നാക്കി. എന്നിട്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കാൻ വേണ്ടി താൻ ചെയ്തത്, ആ സ്ഥലത്തെ ഒരു ഗാർബേജ് ഡംപ്, ആ പട്ടണത്തിൽ യെരുശലേമിന്റെ ഗാർബേജ് ഡംപാക്കി ആ താഴ്വരയെ മാറ്റി. ഗഹന എന്നാണ് ആ സ്ഥലത്തിന് പറയുന്നത്. ആൻഡ് അവിടെ ആൾക്കാർ തീ കത്തിച്ച്, ഈ നമുക്കറിയാമല്ലോ ലാൻഡ് ഫിൽ സൈറ്റിലൊക്കെ ആൾക്കാർ ഈ ഗാർബേജ് കൊണ്ടിടുന്ന സ്ഥലത്ത് ഇങ്ങനെ തീ കത്തിച്ച് അതിനെ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. അവിടെയാണ് യഹൂദന്മാര് ആർക്കും വേണ്ടാത്ത കുറ്റവാളികളുടെയൊക്കെ ശവം കൊണ്ടെറിയും. അപ്പോൾ അതിങ്ങനെ കത്തി 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 അതിനകത്ത് ഈ പുഴുവും കയറി. അപ്പോൾ ഈ ഗഹന എന്ന് പറയുന്ന വാക്ക് യഹൂദന്മാർക്ക് നല്ലവണ്ണം മനസ്സിലാവും. അപ്പോൾ അവിടെ തീ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുക. അതിനകത്ത് ഈ തീ കത്തുമ്പോഴും ചില പുഴുക്കൾ അതിനകത്ത് ഇങ്ങനെ തുളച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, യേശുക്രിസ്തു ആണ് ഏറ്റവും കൂടുതൽ നരകത്തെ പറ്റി, പത്രോസും പൗലോസും അപ്പോസ്തലന്മാരൊക്കെ അവരെല്ലാം കൂട്ടി നോക്കിയാലും Jesus was the one who spoke more about hell than all these apostles together. ഇതിനൊരു കർത്താവിന്റെ വചനത്തിൽ കർത്താവ് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ജീസസ് ടോൾഡ് എ സ്റ്റോറി അബൌട്ട് എ റിച്ച് മാൻ ആൻഡ് ലാസറസ്. അതിനെപ്പറ്റി നമുക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് അതൊന്ന് വായിക്കുന്നതല്ല കേട്ടോ, അത് നമുക്ക് പിന്നെ വായിക്കാം. അപ്പോൾ യേശുക്രിസ്തു ഇവിടെ പറയുന്നു, whenever he speaks about hell, Jesus has spoke about outer darkness, കൂരിരുട്ടും കെടാത്ത തീ, കൂരിട്ടും കെടാത്ത തീ, ഔട്ടർ ഡാർക്ക്നെസ്. ദൈവം വെളിച്ചമാണ്. പാപം ചെയ്ത മനുഷ്യനെ വെളിച്ചമായ ദൈവത്തിനടുത്തേക്ക് വരാനായിട്ട് കഴിയത്തില്ല. ദൈവമായിട്ടുള്ള ബന്ധം വേർപിടിക്കപ്പെട്ട് ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് അവരെ തള്ളിക്കളയും. അപ്പോൾ യേശു പറഞ്ഞ വാക്കുകൾ, ലോകാവസാനത്തിൽ എന്ത് സംഭവിക്കും? ദൈവം ജനത്തെ രണ്ടായിട്ട് തിരിക്കും. There will be only two group of people. One is a group of people who will go to heaven with God. The other is who will go to eternal punishment. One to his presence and one to eternal fire. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഈ സ്ഥലത്തെ പറ്റി ഞാൻ ഒത്തിരി വാക്യങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണല്ലോ. ഞാൻ തന്നെ പെട്ടെന്ന് എടുത്ത് വായിക്കാം. നമുക്ക് ആദ്യം ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. എന്നാലേ നമുക്ക് ഈ സ്ഥലത്തേക്ക് ആൾക്കാർ പോകാതിരിക്കാൻ നമുക്കൊരു ഭാരമുണ്ടാകുള്ളൂ, നമുക്കൊരു വേദന ഉണ്ടാകത്തുള്ളൂ, നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കത്തുള്ളൂ. കാരണം യേശു വളരെ ആ സ്ഥലത്തിന്റെ ഭീകരതയെ പറ്റി പറഞ്ഞിരിക്കുന്നത് കേട്ടാലുണ്ടല്ലോ, എന്നാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ് നമ്മളൊരു കർത്താവ് ഒരു സംഭവം പറയുന്നത്. അതിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടെന്നിരിക്കട്ടെ എന്നല്ല പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നോട്ട് എ പാരബിൾ, ഇറ്റ് വാസ് നോട്ട് എ സ്റ്റോറി. Jesus is telling that now there was a rich man. You know the story. നിങ്ങൾക്ക് ആ സംഭവം അറിയാം. ലൂക്കോസിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നത് 23-ാമത്തെ വാക്യം പറയുന്നത്, ധനവാനും മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ അവൻ മേലോട്ട് നോക്കി. അപ്പോൾ ഈ സ്ഥലം എന്താണ്? ഒരു യാതന സ്ഥലമാണ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ടോർമെന്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ടോർമെന്റ്. ഞാനിനി മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 43-48 വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. മാർക്ക് ചാപ്റ്റർ 9 വേഴ്സസ് 43 and 48. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. ഊനനായി ജീവനിൽ കടക്കുന്നത് 2 കൈമുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അവിടെ പറഞ്ഞിരിക്കുന്നത് അൺക്വെഞ്ചബിൾ ഫയർ. അൺക്വെഞ്ചബിൾ ഫയർ. 46-ാമത്തെ വാക്യം പറയുന്നു, കെടാത്ത തീ. അവിടെ
ചില ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്നു their worm does not die and the fire is not quenched. അപ്പോൾ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത രണ്ടെണ്ണമാണ്. ഒന്ന്, കെടാത്ത തീ കെടുന്നില്ല, പുഴു ചാകുന്നില്ല. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം പറയുന്നു. മാത്യു ചാപ്റ്റർ 13 വേഴ്സസ് 42 പറയുന്നു, അവിടെ കരച്ചിലുണ്ടാകും, പല്ലുകടി ഉണ്ടാകും. ഈ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, യേശു പറയുന്ന ആ കഥയിൽ അല്ലെങ്കിൽ ആ സംഭവത്തിൽ ഇറ്റ്സ് എ പ്ലേസ് ഓഫ് നോ റിട്ടേൺ. ദർസ് നോ എക്സിറ്റ് ഡോർ. അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ പുറത്തോട്ട് ഇറങ്ങാൻ ഒരു വാതിൽ ഇല്ല, നമുക്ക് കാണുന്നില്ല. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഡു യു തിങ്ക് ദാറ്റ് എ ലവിംഗ് ഗോഡ് വിൽ ഡു ദിസ്? റിയലി? ദാറ്റ്സ് വാട്ട് ജീസസ് told. Jesus came to this world to die for man, to die for the world. He became sin for you and for me. Jesus told that already the judgment has come upon the world. Why? Because they didn't believe in the one Savior, Jesus Christ. Already they are in judgment because ഞാനത് കുറച്ചുകൂടെ മുമ്പോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. ബൈ ഡിഫോൾട്ട് we are all guilty of sin. നാം എല്ലാവരും നിത്യനരകത്തിലേക്ക് പോകേണ്ടവരാ. എന്നാൽ നമുക്കൊരു രക്ഷകന്റെ ആവശ്യമുണ്ടായിരുന്നു. ആ രക്ഷകനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു. ആ യേശുക്രിസ്തു നമ്മളെ രക്ഷിച്ചു. ആ യേശുക്രിസ്തുവിനെ അറിയാനൊരു ഭാഗ്യ ദൈവം നമുക്ക് തന്നു. യേശുക്രിസ്തുവിന്റെ വിളിക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്തു. ഗോഡ് ഈസ് കോളിംഗ് എവ്രിവൺ. ഗോഡ് ഡസ് നോട്ട് വാണ്ട് എനിവൺ ടു പെരിഷ്. ആരും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. രണ്ട് ഓപ്ഷൻ ഉണ്ട് മനുഷ്യന്. Every man has two options, either to stay in disobedience or to accept the Savior Jesus Christ, to accept God's hand through Jesus Christ. യേശുവിന്റെ കരം നീളുമ്പോൾ, അല്ലെങ്കിൽ സ്വർഗത്തിൽ ദൈവത്തിന്റെ കരം നീളുകയാണ് മനുഷ്യനെ, പാപത്തിന്റെ കുഴിയിൽ കിടക്കുന്ന മനുഷ്യനെ വലിച്ചു കയറ്റാൻ ദൈവത്തിന്റെ കരം നീളുകയാണ്. യേശുക്രിസ്തുവിലൂടെ പറയുന്നു, എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും, യേശുക്രിസ്തുവിനെ അംഗീകരിക്കൂ, ഒരു പാപിയാണെന്ന് സമ്മതിക്കൂ. ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, God has given every choice to man, free will to man. God doesn't force anyone to accept him. You have the choice to accept or reject. In one sense, God doesn't send anyone to hell. We send ourselves. ദൈവം ആരെയും, നമുക്ക് ദൈവത്തിൽ വാക്യമുണ്ട്, ദൈവം ആരെയും നരകത്തിലേക്ക് അയക്കുന്നില്ല. God has been calling man to come to him through Jesus Christ, but man kept rejecting. So God says it's your choice. Either you choose light or darkness. When you choose light, you reject darkness. When you reject light, you automatically choose darkness. C.S. Lewis എന്ന് പറഞ്ഞ ഒരു വലിയ എഴുത്തുകാരനുണ്ടായിരുന്നു UK. C.S. Lewis. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, when you reject God, you're asking God to leave you alone. I'm afraid that's what he does. Katone. In the end, there are only two kinds of people. Those who say to God, thy will be done. And to those whom God says, in the end, your will be done. That's it. ഞാൻ നോട് വായിക്കട്ടെ. C.S. Lewis പറഞ്ഞു, you are asking God to leave you alone. ചിലർ പറയാറുണ്ട്, it's all rubbish, there's no hell, we are going to finish when you die, this is it. So, live, enjoy. That's it. There's no hell. എന്നൊക്കെ പറയുന്നവരുണ്ട്. And when you say to people that God loves you, you say that, oh, that's not for me. It's all religion. It's all, it's not my thing. You're rejecting God. You're asking God to leave you alone. God says, okay. That's what he does. And in the end, there are only two kinds of people. രണ്ട് കൂട്ടരേ ഉള്ളൂ. ഒന്ന് ദൈവത്തോട് പറയും, കർത്താവ് നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടക്കുന്നത്. മറ്റേ കൂട്ടരോട് ദൈവം പറയും, ഒടുവിൽ പറയും, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. You choose. It's your choice. Who are we to question God? We are clay in the hands of God. നമ്മൾ ആ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം കർത്താവ് പറയുന്ന ആ സംഭവം നമുക്കൊന്ന് വായിക്കാം. ഈ 16-ാമത്തെ അധ്യായത്തിലാണ് അല്ലെങ്കിൽ പല ഉപമകൾ കർത്താവ് പറയുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ 9-ാം അധ്യായത്തിലൊക്കെ പറയുന്ന ഉപമകളിൽ പറയുന്നത്, ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ.
ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ എന്നാണ്. പക്ഷെ ഇവിടെ പറയുന്നു ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഇരിക്കട്ടെ എന്നല്ല. He was not telling a story. He was telling a real incident. He's God and he knows what happens on the other side. ഒരു റിയൽ ഇൻസിഡന്റ് ആയിട്ടാ പറഞ്ഞു. ഞാനത് വായിക്കട്ടെ. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോട് സുഖിച്ചുകൊണ്ടിരുന്നു. Now there was a rich man and he habitually dressed in purple and fine linen, joyously living in splendor every day. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്നും വീഴുന്ന തിന്ന് വിശപ്പടക്കാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്നവന്റെ വ്രണം നക്കും. And a poor man named Lazarus was laid at his gate, covered with sores, and longing to be fed with the crumbs which were falling from the rich man's table. Besides, even the dogs were coming and licking his sores. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. Now the poor man died and was carried away by the angels to Abraham's bosom. And the rich man also died and was buried. ധനവാൻ മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേളോട്ട് നോക്കി. ദൂരത്തുനിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. In Hades, he lifted up his eyes, being in torment, and saw Abraham far away and Lazarus in his bosom. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. And he cried out and said, Father Abraham, have mercy on me and send Lazarus so that he may dip the tip of his finger in water and cool off my tongue, for I am in agony in this flame. Verse 25. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചെന്ന് ഓർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. But Abraham said, Child, remember that during your life you received your good things, and likewise Lazarus bad things. Now he is being here comforted, and you are in agony. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ ഒരു വലിയ പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരാനും പാടില്ല എന്ന് പറഞ്ഞു. And besides all this, between us and you there is a great chasm fixed, so that those who wish to come over from here to you will not be able, and that none may cross over from there to us. ഇപ്പോൾ ഇവൻ പറയുന്ന മറുപടി Verse 27. അതിനെ അവൻ, എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. Then he said, Then I beg you, Father, that you send him to my father's house. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കുവാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. For I have 5 brothers, in order that he may warn them, so that they will not come to this place of torment. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. But Abraham said, They are Moses and prophets, let them hear them. But he said, No, Father Abraham, but if someone goes to them from the dead, they will repent. അതിനെ അവൻ, അല്ലല്ല അബ്രഹാം പിതാവെ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവന്റെ അടുക്കൽ ചെന്നെങ്കിൽ അവർ മാനസാന്തരപ്പെടും. അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാൻ ഞാൻ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് എന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. And he said to them, If they do not listen to Moses and prophets, they will not be persuaded, even if someone rises from the dead. Amen. ഇത് കർത്താവ് പഠിപ്പിച്ചത്. ഈ സംഭവം കർത്താവ് തന്റെ ജനത്തെ പഠിപ്പിച്ചപ്പോൾ അന്നത്തെ കാലത്തുണ്ടായിരുന്ന അവര് നരകമെന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായി. അവർ ചിന്തിച്ചെടുത്ത് 3 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടെന്ന്. 1, യഹൂദന്മാരെല്ലാവരും സ്വർഗ്ഗത്തിൽ പോകും. 2, ഏറ്റവും ദുഷ്ടന്മാരായ യഹൂദന്മാരും നരകത്തിൽ പോകും, ജാതികളെല്ലാവരും നരകത്തിൽ പോകും. ഇങ്ങനെയാണ് അവർ വിശ്വസിച്ചത്. പിന്നെ അവർ വിശ്വസിച്ചിരുന്നത് ഈ നരകത്തിലേക്ക് വീണ യഹൂദന്മാരുണ്ടല്ലോ, അവരെ കുറച്ചു നേരം അവിടെ കിടന്നിട്ട് അവർ സ്വർഗത്തിലോട്ട് ദൈവം മാറ്റും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. ആ ബാക്ക്ഗ്രൗണ്ടിലാണ് യേശു പറയുന്നത്. അപ്പം യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ആദ്യം തൊട്ട് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ദിസ് മാൻ ഹാഡ് റിച്ചസ്, he was a very successful man, people might have praised him, ആൾക്കാർ ഇവനെ ഒത്തിരി പുകഴ്ത്തി കാണും, ഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷെ അവന്റെ മുറ്റത്ത് കിടന്ന ഒരു ദരിദ്രനായ ഒരു മനുഷ്യനോട് കരുണ കാണിക്കാൻ അവന് പറ്റിയില്ല. He had no disregard for the poor. He was totally arrogant, he was totally proud, he didn't even care for that poor person. He was a Jew, and he should know that he should have feared God. He didn't do that because he had money, he was filthy rich, he was living in pomp and he was living in arrogance. Very poor man at the door, he didn't even bother. അപ്പോൾ
ഇവിടെ റിച്ചസ് എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും, ഇവിടെ എത്ര ഭാഗ്യവാനെന്ന് ആൾക്കാർ പറഞ്ഞാലും, അതുകൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന് ചിന്തിക്കരുത്. പിന്നെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ദരിദ്രൻ മരിച്ചു എന്നേ ഉള്ളൂ. ദരിദ്രൻ അടക്കം കിട്ടില്ല. മുമ്പേ പറഞ്ഞ ആ താഴ്വരകളിലും കാണുമ്പോൾ എറിഞ്ഞു കാണും ആ പുള്ളിയെ. അവനൊരു അടക്കം കിട്ടിയില്ല. മുനിസിപ്പാലിറ്റിക്കാരൊന്നും എടുത്തുകൊണ്ട് പോയി കാണും. പക്ഷെ ധനവാൻ മരിച്ചു അടക്കപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. He might have received a good funeral. Lot of people might have came. They might have had mourners. കരയാനും നെഞ്ചത്തടിക്കാൻ ആൾക്കാരെ കൂലിക്ക് നിർത്തി കാണും. ഭയങ്കര അടക്കം കിട്ടിക്കാണും. നല്ലൊരു അടക്കം കിട്ടിയത് കൊണ്ട് സ്വർഗത്തിൽ പോകാൻ ചിന്തിക്കരുത്. ആമേൻ. ഇതെല്ലാം നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് അവൻ പോയത് എവിടെയാ? യാതന സ്ഥലത്ത് പോയി. അവൻ യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആ യാതനയുടെ തീവ്രത അവിടുത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ആ യാതന സ്ഥലത്ത് he can see, he can communicate, he can understand. He saw who Abraham was. He understood who Abraham was. He saw Lazarus. Amen. He was feeling extreme thirst. അവിടെ പറയുന്നത് കർത്താവേ, അബ്രഹാം പിതാവേ, ലാസറിന്റെ വിരലിന്റെ അറ്റത്ത് ഒരു തുള്ളി വെള്ളം, ഒറ്റത്തുള്ളി, 1 drop of water, അതിനുവേണ്ടി അവൻ ആഗ്രഹിക്കുക. ഈ ലോകത്തിൽ in this world he didn't even bother, he didn't need to have bother about water. Forget about water. He was so അവന്റെ കഴിപ്പിനെ പറ്റി ആഡംബരത്തോട് സുഖിച്ചൊരു വ്യക്തിയാണ്. But now the tables have turned. He had an opportunity to serve God. He had an opportunity to help people. He didn't do that. And Jesus is telling this. Amen. യേശുവോട് പറയുന്നത് അവിടെ അബ്രഹാമിനോട് പറയുകയാണ്. 26-ാമത്തെ വാക്യം, അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ ഒരു വലിയ വിടവുണ്ട്. There is a great chasm or great divide. ഒരു വലിയ ഫിക്സ് ചെയ്തിരിക്കുന്ന, ആ ഫിക്സ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു കോൺക്രീറ്റ് കൊണ്ട് ഒരു സംഭവം വെച്ച് ഇങ്ങനെ ഡാം പോലെ എന്ന് വെച്ചാൽ അതുപോലെ ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു വിടവ്, ഒരു ഭയങ്കര ഗ്യാപ്പ് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും പോകാൻ ഒക്കത്തേയില്ല. മരിച്ചു കഴിഞ്ഞ് എന്തൊക്കെ ചെയ്താലും ഈ സ്ഥലത്തുനിന്ന് അങ്ങോട്ട് പോകാൻ ഒക്കത്തില്ല. അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ കാണാൻ എത്ര സ്നേഹമുള്ളവർക്കാണ് കാണാനും ഒക്കത്തില്ല എന്ന് വളരെ വ്യക്തമായി യേശു പഠിപ്പിച്ച ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ആമേൻ. പക്ഷെ ഈ പുള്ളിക്ക് എന്താ എന്നറിയാമോ? ഈ പുള്ളിക്ക് ഭയങ്കര ബേർഡനായി. ഈ പുള്ളി പറഞ്ഞത്, എന്റെ 5 സഹോദരന്മാര് ഭൂമിയിലുണ്ട്, അവർക്ക് ഈ ഗതി വരരുത്. Suddenly he had this burden for his 5 brothers. അപ്പോൾ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, പ്ലീസ് സെൻഡ് ലാസറസ്, പ്ലീസ് make him, he is already dead to the world, but make him alive in the world. Let him go to the earth and speak to my 5 brothers so that they will not come here. അപ്പോൾ അബ്രഹാം പറയുന്നൊരു കാര്യമുണ്ട്. അതിന് 29-ാമത്തെ വാക്യം, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അല്ലേ? അവർക്ക് വചനമുണ്ടല്ലോ, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്. അവരുടെ വാക്കുകൾ കേൾക്കട്ടെ എന്നാണ് പറഞ്ഞത്. അവരുടെ വാക്കുകൾ കേൾക്കട്ടെ. അപ്പോൾ ഇവൻ പറയുകയാണ്, അത് പറ്റത്തില്ല, അവരുടെ വാക്കും വിശ്വസിക്കത്തില്ല. ഒരു അത്ഭുതത്തോടുകൂടി ഇവൻ ലാസറും കൂടെ തിരിച്ചു ചെല്ലുമ്പോൾ അവർ വിശ്വസിക്കുന്നതാണ്. Abraham told, word is more important than a miracle. ദൈവവചനത്തിന് പ്രാധാന്യമുണ്ട്. ദൈവവചനമാണ് ഒരു അത്ഭുതത്തെക്കാൾ. ലാസർ ഉയർത്തെഴുന്നേറ്റ് അവിടെ ചെന്ന് പറയുന്നതിനേക്കാൾ വലുതാണ് നിന്റെ കയ്യിലുള്ള ബൈബിൾ. നിന്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന വചനം അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ്. ആമേൻ. സംതിങ് മോർ ഇസ് നീഡഡ് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, നോ, വേർഡ് ഇസ് മോർ ഇമ്പോർട്ടന്റ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇവന് അവിടുന്ന് പുറത്തു പോകാൻ there is no exit. Once he's in, he's in. That's it. Actually, നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ദൈവം ഈ നരകം ഉണ്ടാക്കിയത് മനുഷ്യന് വേണ്ടിയല്ല. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് നമ്മൾ തിരിക്കും. മാത്യു ചാപ്റ്റർ 25 verses 41. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. Then he will say to those on his left, depart from me, accursed ones, into the eternal fire which has been prepared for the devil and his angels. ഇത് മനുഷ്യന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളതല്ല,
ഇത് ആർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്? ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് വീണുപോയ ദൂതന്മാർ, ഡെവിൾ ആൻഡ് ഹിസ് ഏഞ്ചൽസ്. ആ കൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, നമുക്ക് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ സ്ഥലം. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇതിലേക്ക് പോകാൻ ഇടയായിത്തീരുന്നത്. God is offering, God wants everyone to be saved. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ നരകത്തെ പറ്റി പറയുമ്പോൾ യേശു പറഞ്ഞ വാക്കുകൾ, നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടിക്കളയുക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനം അത്രേ. So Jesus knew that hell is not an easy place. It is so terrible place. That's why Jesus told like that. If your eyes, he did not say to do physically, but go to the extreme step to prevent yourself from falling into that eternal fire. Don't be deceived when people say that, oh, there is no hell. Jesus spoke about it. യേശു പറഞ്ഞു. നിങ്ങൾ വീട്ടിൽ പോയി ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം ആ വാക്യങ്ങൾ എല്ലാം നിങ്ങൾ വായിക്കുക. നമുക്ക് മനസ്സിലാകും അവിടേക്ക് പോയാൽ തിരിച്ചു വരാൻ ഒരു വഴിയില്ല. നാം തന്നെയാണ് ഡോർ അടയ്ക്കുന്നത്. നാം തന്നെ പറയുകയാണ്, യേശുവേ, God, I find it too hard. Some people say that, okay, I'm ready to go to hell. You're close to your door yourself. God did not send you to hell. You are making your own choice. നിങ്ങൾ തന്നെ ആ തീരുമാനം എടുക്കുക. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്കും അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനോ പറ്റത്തില്ല. അവിടെ ഇരുന്നപ്പോൾ ഈ ധനവാനായ മനുഷ്യന് ഭയങ്കര ബേർഡൻ ഉണ്ടായി. സുവിശേഷം പറയണോ? പറ്റത്തില്ല. അവിടെ വെച്ച് ലാസറിനെ സഹായിക്കാൻ ഒരു ആഗ്രഹം പുള്ളിക്ക് തോന്നിയെങ്കിലോ? അത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനങ്ങ് ചിന്തിക്കുക, പക്ഷെ പുള്ളിക്ക് സ്വന്തം കുടുംബത്തെ പറ്റി ഒരു ഭയങ്കര ഭാരം എനിക്ക് തോന്നുന്നു. ദൈവമക്കളെ, നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ വെച്ച് നമുക്ക് ചെയ്യാനൊക്കെ. യു ക്യാൻ സെർവ് ഗോഡ് വൈൽ യു ഹാവ് ഹെൽത്ത്. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ നമുക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ആരോഗ്യമുള്ളപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ പറ്റും. ആരോഗ്യമുള്ളപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും. ആരോഗ്യമുള്ളപ്പോൾ സുവിശേഷം അറിയിക്കാൻ പറ്റും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യാതനാസ്ഥലത്ത് യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ സഹോദരന്മാരെ കുറിച്ച് അവന് വേദനയുണ്ടായി. ഭൂമിയിൽ സുഖിച്ച് ഉളച്ചുകൊണ്ടിരുന്നപ്പോൾ അവനിതിനെപ്പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ, ദൈവത്തെപ്പറ്റി അവൻ ചിന്തിച്ചിരുന്നെങ്കിൽ, കരുണ കാണിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അവനത് ചെയ്തിരുന്നെങ്കിൽ അവൻ അവിടെ എത്തുകയില്ല. മോശയും ലോയും പ്രവാചകന്മാരും എല്ലാം അവന്റെ അടുത്തുണ്ടായിരുന്നു. But he just didn't bother. As C.S. Lewis പറഞ്ഞ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. Live with God or live without God. God says it's your choice. Either you choose light. When you choose light, darkness will flee. But when you reject light, you are accepting darkness. നമ്മൾ വെളിച്ചമായ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ഇരുട്ട് ഓടി ഒളിക്കും. എന്നാൽ യേശുവിനെ റിജക്ട് ചെയ്യുമ്പോൾ, ലോകത്തിന്റെ വെളിച്ചമായ യേശുവിനെ നമ്മൾ തള്ളിക്കളയുമ്പോൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇരുട്ടിലേക്ക് പോവുകയാണ്. ഇതിനിടയ്ക്ക് ഒരു സ്ഥലമില്ല. നിങ്ങൾ പറയുകയാണ്, ഓ, എനിക്കിതൊന്നും ചെയ്യാനൊക്കത്തില്ല, എനിക്ക് പാപത്തിൽ ജീവിക്കണം, എനിക്ക് വചനമനുസരിക്കാൻ ഒക്കത്തില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ദൈവം പറയും, നിന്റെ ചോയ്സ്, ഇറ്റ്സ് യുവർ ചോയ്സ്. ഭക്തനായവൻ പറയും, കർത്താവ് നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടക്കും. പാപിയായ മനുഷ്യനോട്, അശുദ്ധിയിൽ ജീവിക്കുന്ന മനുഷ്യൻ, അവനോട് ദൈവം പറയും, ഇറ്റ് വാസ് യുവർ ചോയ്സ്, ലെറ്റ് യുവർ വിൽ ബി ഡൺ. നീ തെരഞ്ഞെടുത്തതാണ് നരകം, ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച നല്ല നരകം. എന്നാൽ നീ നിന്റെ ജീവിതം കൊണ്ട് യേശുവിനെ തെരഞ്ഞെടുത്തത് കൊണ്ട്, യേശുവിനെ തിരസ്കരിച്ചത് കൊണ്ട് നീ തന്നെ തെരഞ്ഞെടുത്ത സ്ഥലമാണ്. കർത്താവ് പറയും, സൺ, I'm sorry, there's no exit. It's your choice. You had the Bible with you. You had the preachers preaching to you. നിന്റെ കയ്യിൽ വചനമുണ്ടായിരുന്നു. നിനക്ക് ഇതിനെപ്പറ്റി അനുസരിക്കാൻ എത്രയോ അവസരങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ നീ അത് ചെയ്തില്ല. So it's your choice. ഒത്തിരി വാക്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് അതുള്ള ബന്ധത്തിൽ കാണാനായിട്ട് സാധിക്കും. എല്ലാം എടുക്കാൻ ഒന്നും താല്പര്യപ്പെടുന്നില്ല. ആമേൻ.
നമുക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ വീണ്ടും ഇതിനെപ്പറ്റി ചിന്തിക്കാമായിരുന്നു. പക്ഷെങ്കിൽ നിങ്ങൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. വാട്ട് ഡിഡ് ജീസസ് സേ അബൌട്ട് ഹെൽ? ജീസസ് വാസ് നോട്ട് very easy about that. He spoke very strongly. He doesn't want any one of you or me to go to that place, that dreadful place. So, we need to trust God. We need to trust His word. And we need to live for God. ദൈവത്തിന് വേണ്ടി ജീവിച്ച്, വിശുദ്ധരായി ജീവിച്ച്, ഒരു നല്ല അവസാനം പ്രാപിച്ച്, കർത്താവിന്റെ സന്നിധിയിൽ യേശുവിനെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഈ ആയുസ്സിലെ നമുക്ക് ചെയ്യാൻ ഒക്കത്തുള്ളൂ. സോ അവിടെ പോയി കഴിഞ്ഞിട്ട് കർത്താവ് നീ എന്റെ പണമെല്ലാം എടുത്തോ, എല്ലാം പാവപ്പെട്ടവർക്ക് കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ഒക്കത്തില്ല. Give while you can. Show kindness while you can. That's the only time here we can do it. Once you go to heaven, you don't have to say, Lord, I will pray. No, God is there. I will pray for others, take all my house, take all my property, take all my money in the bank. Take it. No. God gives you a chance. You can do it with your own mind. You can do it with your own hand. This rich man had so many opportunities. But he was so proud, he was so arrogant that he didn't do that to one man, Lazarus. I mean, Lazarus didn't have a funeral. Rich man had a funeral. Lazarus ഒരു അടക്കം ലഭിച്ചില്ല. ധനവാന് ഭയങ്കരമായ അടക്കം ലഭിച്ചതാണ്. അവന്റെ കല്ലറ അവിടെ ഭയങ്കര മാർബിളിലൊക്കെ ആയിരിക്കും കല്ലറ ഇട്ടേക്കുന്നത്. വലിയ ഗുഹയൊക്കെയാണ് പണ്ടത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. പണമുള്ളവർ അതൊക്കെ അവിടെ കാണും. പക്ഷെ അവന്റെ കിടപ്പയുടെ യാതന അനുഭവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നരകം ഒരു യാഥാർത്ഥ്യമാണ്. നരകത്തിന്റെ ഭീകരത ഓർക്കുമ്പോൾ ഞാൻ ഈ ദിവസങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവെ, എത്രയോ പേരാണ് ദൈവമില്ലാത്തവരായി മരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാണ്. അവർ കടന്നു പോകുന്ന ഈ സ്ഥലത്തേക്കാണല്ലോ. ഇത് നമ്മളെ സുവിശേഷം അറിയിക്കുവാൻ, യേശുവിനെ പറ്റി മറ്റുള്ളവരോട് പറയുവാൻ, കർത്താവ് എന്റെ സ്നേഹിതരെ ഇതറിയാതെ പോകരുത്, എന്റെ കൂട്ടുകാരെ ഇതറിയാതെ പോകരുത്. ഒരു ദേവദാസൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല, സ്പർജനാണോ മൂടിയാണോ പറഞ്ഞത്, ആരാണോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല. If anybody wants to go to hell, let them step on our bodies. Let our hands be on their knees and let them go stepping on our bodies onto the hell. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, ആർക്കെങ്കിലും നരകത്തിലേക്ക് ആരെങ്കിലും പോകുന്നെങ്കിൽ ഞങ്ങളുടെ കണ്ണുനീരിലൂടെ ഞങ്ങളുടെ ശരീരത്തിൽ ചവിട്ടി ഒരു പൊക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ അവരോട് പറയണം. ആ നരകത്തിന്റെ ഭീകരത അത്രമാത്രം ഭയങ്കരമാണ്. നമ്മൾ ബൈബിൾ വിശ്വസിക്കുന്നെങ്കിൽ, യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ, യേശു പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കുന്നെങ്കിൽ നമുക്കൊരു ഹൃദയത്തിലൊരു വേദനയുണ്ട്. അവിടെ ചെന്നിട്ട് ആത്മഭാരം ഉണ്ടായിട്ട് കാര്യമില്ല. ഇവിടെ വെച്ച് വേണം നമുക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. ദൈവമേ, കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നതാണ്.